നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ മുന്നിലുള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു അവയവമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. നമ്മളുടെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഓർഗനാണിത്. ഈ അവയവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹോർമോൺസ്, തൈറോയിഡ് ഹോർമോൺസ്, അത് നമ്മളുടെ പല ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും ഉണ്ടാകാവുന്ന പോലുള്ള മുഴകളും ഈ അവയവത്തെ ബാധിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് കൊളോയിഡ് ഗോയിറ്റർ നമ്മളിപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഹോർമോണിൻ്റെ അളവ് കുറവായി കഴിയുമ്പോൾ ഈ ഓർഗൻ കുറച്ച് വലുതാവും, ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട്. അതിനാണ് നമ്മൾ കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ അഡലസൻസ്, നമ്മൾ കൗമാരപ്രായത്തിൽ നമ്മൾക്ക് ശരീരത്തിൻ്റെ അകത്ത് കൂടുതൽ ഈ ഹോർമോണിൻ്റെ ആവശ്യം വരുമ്പോൾ ചില ആൾക്കാർക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥി കുറച്ച് വലുതായി വരാറുണ്ട്. അത് സാധാരണഗതിയിൽ തന്നെ അതങ്ങ് മാറുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ചില ഇതേപോലുള്ള വളർച്ചകൾ നമ്മൾ ഹോർമോൺ റീപ്ലേസ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് കുറയ്ക്കുവാനായിട്ട് പറ്റും. രണ്ടാമതുണ്ടാകുന്നൊരു അസുഖം മൾട്ടി നോഡുലർ ഗോയിറ്റർ എന്ന് പറയും. നമ്മൾ ഈ അവയവത്തിൻ്റെ അകത്ത് കുരുക്കൾ പോലെ പല 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 മുഴകളുണ്ടാവും. അങ്ങനെയുള്ള അവയവങ്ങൾ, അങ്ങനെയുള്ള ഈ മൾട്ടി നോഡുലർ ഗോയിറ്റർ നമുക്ക് അല്പം മരുന്നുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റി എന്നിരിക്കില്ല. അതേപോലെ തന്നെ വേറെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്ത് ഏത് അവയവങ്ങളിലും ഉണ്ടാകാവുന്നത് പോലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ ഉണ്ടാകാം. 4 ടൈപ്പിലുള്ള ക്യാൻസറാണ് സാധാരണ രീതിയിൽ തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്നത്. ഒന്ന് പാപ്പിലറി കാർസിനോമ എന്ന് പറയും, ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയും, മെഡുലറി കാർസിനോമ, അതേപോലെ അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഇങ്ങനെ 4 ടൈപ്പിലുള്ള ക്യാൻസേഴ്സാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്രമം അനുസരിച്ചിട്ട് ഇതിൻ്റെ സിവിയറിറ്റി കൂടുതലായി വരും. പാപ്പിലറി കാർസിനോമ എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ളൊരു ക്യാൻസറാണ്. ഈ ക്യാൻസർ നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് തൈറോയ്ഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് നമ്മൾക്ക് ഭേദമാക്കുവാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. വളരെ ചുരുക്കം, ഇപ്പോൾ കൂടുതൽ ക്യാൻസേഴ്സ് നമ്മൾക്ക് പരിപൂർണമായിട്ട് ഭേദമാക്കാൻ പറ്റും. അതിൽ ഒരു ക്യാൻസറാണ് തൈറോയ്ഡിലുണ്ടാകുന്ന ക്യാൻസർ, പാപ്പിലറി കാർസിനോമ. അതേപോലെ തന്നെ ഫോളിക്കുലർ കാർസിനോമയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് ഭേദമാക്കാൻ പറ്റുന്നതാണ്. മെഡുലറി കാർസിനോമയും അതേപോലെ അനാപ്ലാസ്റ്റിക് കാർസിനോമയും കുറച്ച് സിവിയറിറ്റി ഉള്ളതാണ്. അതും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് ചികിത്സിക്കുവാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ പ്രോഗ്നോസിസ് അത് ഏത് സ്റ്റേജിലാണ് നമ്മളത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ഞാൻ പറഞ്ഞു, അത് കുറയുന്നതിനനുസരിച്ച് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതേപോലെ ഹൈപ്പർ തൈറോയിഡിസം ചില സമയത്ത് ഇത് വളരെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ മരുന്നുകൊണ്ട് ക്രമീകരിക്കുകയാണ് ചെയ്യുക. സാധാരണ രീതിയിൽ മൾട്ടി നോഡുലർ ഗോയിറ്ററും അതേപോലെ ക്യാൻസറും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ നമ്മൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് വരെ നമ്മൾ ഇത് കഴുത്തേലൊരു പാടുണ്ടാക്കി അതിൻ്റെ അകത്തൂടെയാണ് ഇതെടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പുതിയ ചികിത്സാ രീതി, ഈ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മിനിമലി ഇൻവേസീവ് സർജറി, നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അത് നമ്മൾക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. കഴുത്തിൽ നമ്മൾക്ക് ഈ മുറിവില്ലാതെ തന്നെ അത് നമ്മൾ ഈ കഷത്തിൻ്റെ അവിടെയുള്ള ചെറിയ 1-2 സുഷിരങ്ങളിൽ കൂടി നമുക്കിവിടെ വന്നിട്ട് അത് ക്യാമറ കടത്തി ഉപകരണങ്ങൾ നടത്തി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴുത്തിൽ മുറിവുണ്ടാകാതെ തന്നെ ഈ ക്യാൻസേഴ്സ് നമ്മൾക്ക് മാറ്റുവാനായിട്ട് പറ്റും. ആദ്യമൊക്കെ വളരെ ചെറിയ മുഴകളാണ് നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ടെക്നോളജിയും അതേപോലെ ഇൻസ്ട്രുമെൻസിൻ്റെ ലഭ്യതയും അനുസരിച്ചിട്ട് ഒരുമാതിരി നല്ല സൈസ് വരെയുള്ള മുഴകൾ നമ്മൾക്ക് ഈ കഴുത്തിൽ മുറിവില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഏർലി കാർസിനോമ, ഇപ്പോൾ പാപ്പിലറി കാർസിനോമയൊക്കെ നമ്മൾക്ക് കുറച്ചും കൂടെ, കാരണം വെച്ചാൽ നമ്മൾക്കറിയാം ഈ തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഏറ്റവും കോമൺ അല്ല ഏറ്റവും സിവിയർ പ്രശ്നം ഉണ്ടാകുന്നത് അതിൻ്റെ പുറകിൽ കൂടി പോകുന്ന റെക്കറൻഷ്യൽ നെർവ് എന്ന് പറയുന്ന നെർവിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് സ്വരത്തിന് വ്യത്യാസവും അല്ലെങ്കിൽ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിപ്പത്തിലാണ് നമ്മളിത് കാണുക. അതേപോലെ തന്നെ വളരെ 300 വോട്ട്സിൻ്റെ വളരെ പ്രകാശത്തിലാണ് നമ്മളിത് കാണുക. അപ്പോൾ കുറേയും കൂടെ ഈ നെർവുകളൊക്കെ നമുക്ക് കുറേയും കൂടെ വ്യക്തമായിട്ടും ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും കുറേയും കൂടെ നല്ല രീതിയിൽ നമ്മൾക്കിത് കാണുവാനുമായിട്ടും
അതിന് കേടുപാട് ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു ശസ്ത്രക്രിയാ രീതിയാണ് എൻഡോസ്കോപ്പിക് തൈറോയ്ഡക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയാ രീതി. അത് ടെക്നിക്കലായിട്ട് കുറച്ച് ഡിമാൻഡിങ് ആണ്, പക്ഷേ ചെയ്ത് പരിചയം ഉള്ള ആൾക്കാർക്ക് അത് വളരെ നല്ല രീതിയിൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഓപ്പറേഷൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ്. ഒരു ദിവസമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിറ്റേ ദിവസം തന്നെ രോഗികൾക്ക് ആശുപത്രി വിടാൻ സാധിക്കും. അതേപോലെ തന്നെ തിരിച്ച് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നിങ്ങളുടെ ജോലികളെല്ലാം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓപ്പറേഷന് ശേഷം നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം, ഇത് നമ്മൾ ബയോപ്സിക്ക് അയക്കും. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്ന ശേഷം നമ്മൾക്ക് ചിലപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാരണം ഈ തൈറോയ്ഡ് ഗ്രന്ഥി മിക്കവാറും മൾട്ടിനോഡുല ഗോയിട്രോ അല്ലെങ്കിൽ ക്യാൻസറിനുള്ള സർജറിക്ക് നമ്മൾ മുഴുവനായിട്ടും ഈ ഗ്ലാൻഡ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോർമോൺസിൻ്റെ അളവ് എല്ലാ മാസവും ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഗുളികകൾ നമ്മൾ കഴിക്കേണ്ടി വരും. അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നമ്മൾ കഴിക്കേണ്ടി വരും. അത് ഈ ഹോർമോൺസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക.